കേരളത്തിൽ പുതിയ ചിന്തയുമായി മതേതര കേരളത്തിൻ്റെ മതേതര ഇന്ത്യയുടെ സംരക്ഷണത്തിനായി വളരെ പ്രശംസനീയമായ രീതിയിൽ വലിയ യുവജന പങ്കാളിത്തത്തോടെ ജാഥ നടത്തുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കും ഈ ജാഥയ്ക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും പിന്തുണയും ഞാൻ അർപ്പിക്കുകയാണ്. ഏറ്റവും പ്രസക്തമായ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ ശ്രീ KN ഖാദർ സാഹിബ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ വളരെ മനോഹരമായ ഭാഷയിൽ മനുഷ്യനെന്ന മഹത്തായ പദത്തെ സംബന്ധിച്ച് ഉജ്ജ്വലമായി സംസാരിച്ചിരുന്നു. ആ മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിഭജിക്കുവാൻ ശ്രമിക്കുന്ന ഫാസിസത്തിനെതിരായാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജാഥ കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്ത് ഇന്നൊരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലിരിക്കുകയാണ്. രാജ്യം കണ്ട ഏറ്റവും അഭിശക്തമായ കലാപത്തിന് നേതൃത്വം കൊടുത്ത് മനുഷ്യ മനസ്സുകളെ വിഭജിച്ച വ്യക്തി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു. ഏകദേശം 1 വർഷത്തോളം അടുത്ത് സമയമാകുന്ന ഈ വേളയിൽ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ അടിത്തറയ്ക്ക് തന്നെ നാശം സംഭവിക്കാവുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ഭരണകൂടം ആസൂത്രിതമായി ശ്രമിക്കുകയാണ്. ഞാനതിൻ്റെ കണക്കെടുക്കുന്നില്ല, എങ്കിലും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ലോക്സഭയിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കപ്പെട്ട കണക്കുകൾ അധികാരത്തിലേറി 1 മാസത്തിനകം തന്നെ ഉത്തർപ്രദേശിലെ 32 നിയമസഭാ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് ജയിക്കുവാൻ വേണ്ടി വളരെ ആസൂത്രിതമായി സൃഷ്ടിച്ച വർഗീയ കലാപങ്ങളുടെ എണ്ണം 700. രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ സ്ഥാനം തകർത്ത് കളഞ്ഞ് ആ സ്ഥാനത്ത് നാഥുറാം വിനായക് ഗോഡ്സെയെ കൊണ്ടുവരണം എന്ന് ആർത്തട്ടഹസിക്കുന്ന കേന്ദ്രമന്ത്രിമാരുള്ള നാടായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഗോഡ്സെയെ മഹാനായ ദേശീയവാദി എന്നാണ് BJPയുടെ പ്രമുഖരായ നേതാക്കന്മാർ വിശേഷിപ്പിച്ചത്. ഗിരിരാജ് സിംഗിനെ പോലുള്ളവർ പറഞ്ഞത് ഗോഡ്സെ നമ്മുടെ രാജ്യം ജന്മം കൊടുത്ത ഏറ്റവും വലിയ ദേശീയവാദികളിൽ ഒരാളാണ് എന്നാണ്. രാജസ്ഥാനിലെ ആൾവറിൽ അവിടെ പുതുതായി പണികഴിക്കപ്പെട്ട, എനിക്കറിയാം, ഞാൻ യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹിയായിരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് ഞങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ജിതേന്ദ്ര സിംഗ്, ബഹുമാന്യനായ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണിക്കൊപ്പം സഹമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് നടന്നൊരു ക്യാമ്പിൽ അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ രാജസ്ഥാനിൽ നടന്ന ആൾവറിൽ നടന്ന സംഭവം വിശദീകരിച്ചു. ആൾവറിൽ പുതുതായി പണികഴിക്കപ്പെട്ട മേൽപ്പാലത്തിന് കൊടുത്ത പേര് രാഷ്ട്രസ്നേഹി നാഥുറാം വിനായക് ഗോഡ്സെ മെമ്മോറിയൽ ഓവർ ബ്രിഡ്ജ് എന്നാണ്. സർക്കാരിൻ്റെ സ്തൂപത്തിൽ 48 മണിക്കൂർ സമയം ആ പേരവിടെ നിലനിന്നു. യൂത്ത് കോൺഗ്രസിനെയും പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുന്നതുവരെ രാജസ്ഥാൻ സർക്കാർ ആ പാലത്തിലിട്ട പേര് രാഷ്ട്രസ്നേഹി നാഥുറാം വിനായക് ഗോഡ്സെ മെമ്മോറിയൽ ബ്രിഡ്ജ് എന്നാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ. മനുഷ്യന് എന്ത് ആഹാരം കഴിക്കണം എന്നതിനെ സംബന്ധിച്ച് നിയന്ത്രിക്കുവാൻ ഭക്ഷണ ഫാസിസവുമായി ഒരു ഭരണകൂടം രംഗത്ത് വരുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഒരു സഹോദരി അപമാനിക്കപ്പെട്ടാൽ ഇന്ത്യൻ പീനൽ കോഡിലെ ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് ഹ്യൂമൻ എന്ന വകുപ്പിന് 354 എന്ന വകുപ്പിന് 3 വർഷം മാത്രമാണ് കഠിന തടവ്. എന്നാൽ മധ്യപ്രദേശിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ബീഫ് കൈവശം സൂക്ഷിച്ചാൽ, ഒന്ന് കഴിച്ചു പോയാൽ പാവപ്പെട്ടവൻ്റെ, ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ, ദളിതൻ്റെ, പിന്നോക്കക്കാരന് പോഷകമൂല്യങ്ങൾ ലഭിക്കുന്ന അവൻ്റെ ആഹാരമായ മാട്ടിറച്ചി കൈവശം സൂക്ഷിച്ചാൽ കൊടുക്കുന്ന ശിക്ഷ 5 വർഷമാണ്. എന്ത് കഴിക്കണം എന്നൊരു ഭരണകൂടം തീരുമാനിക്കുന്ന അവസ്ഥ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിനെന്തെങ്കിലും മതപരമായ അടിസ്ഥാനമുണ്ടോ? പലരും സംസാരിക്കുമ്പോൾ പറയുന്നത് ഗോമാതാവ് എന്നാണ്. പശുവിനെ ഭക്ഷിക്കരുത്, പശുവിനെ ഭക്ഷിക്കുന്നത് പാപമാണ്, ഹൈന്ദവ പുരാണങ്ങൾ അങ്ങനെ പറയുന്നു എന്നാണ് സംഘപരിവാറിൻ്റെ പല ശക്തികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പറയുന്ന മാത്രമല്ല, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം
മഹാത്മജിയുടെ വധത്തിന് ശേഷം ഇന്ത്യയിലാകമാനം ഒറ്റപ്പെട്ട സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് തിരികെ വരുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ തന്ത്രമായിരുന്നു ഈ ഗോമാതാവ് എന്ന സങ്കല്പം. 1960-ൽ RSSന്റെ സ്ഥാപക നേതാവായിരുന്ന MS ഗോൾവർക്കറിന്റെ നേതൃത്വത്തിൽ അവർ കലാപം നടത്തി. സന്യാസിമാരെ, നഗ്നരായ സന്യാസിമാർ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ കലാപം നടത്തി. പശുവിനെ വധിക്കുന്നത്, ബീഫ് രാജ്യത്ത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ആക്രമണം നടത്തി. വലിയ കലാപമുണ്ടാക്കി. ആ കലാപമുണ്ടാക്കിയതിനെ തുടർന്ന് രാജ്യത്ത് RK സർക്കാരിയ എന്ന് പറയുന്ന ജഡ്ജിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തൊരു കമ്മീഷൻ ഉണ്ടാക്കി ഗോവധ നിരോധനത്തെക്കുറിച്ച് പഠിക്കുവാൻ. പ്രഗത്ഭനായ മലയാളിയായിരുന്ന ക്ഷീരശാസ്ത്രജ്ഞൻ ഡോക്ടർ വർഗീസ് കുര്യൻ ആ സമിതിയിലെ അംഗമായിരുന്നു. MS ഗോൾവർക്കർ എന്ന RSSകാർ ഗുരുജി എന്ന് വിളിക്കുന്ന പിൽക്കാലത്ത് ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകം എഴുതി ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം, പൂർണ്ണാവകാശമുള്ള പൗരത്വം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞ ഗോൾവർക്കറും ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഡോക്ടർ വർഗീസ് കുര്യൻ തൻ്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുകയാണ്. വർഗീസ് കുര്യൻ പറയുന്നു, ഞാൻ ഗോൾവർക്കറുമായി സംസാരിച്ചു. അന്ന് ഈ കമ്മീഷൻ അംഗമായിരുന്ന ഡോക്ടർ MB ഭാർഗവ എന്ന് പറയുന്ന പ്രശസ്തനായ മൃഗശാസ്ത്രജ്ഞനുമായി സംസാരിക്കുമ്പോൾ ഗോൾവർക്കർ പറഞ്ഞു, സ്വകാര്യ സംപ്രേഷണത്തിൽ കുര്യനോട് പറഞ്ഞതാണ്, ഞാൻ ഈ ഗോമാതാവ് എന്ന സങ്കല്പം വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഗോമാതാവ് എന്ന ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നുമില്ല. പക്ഷേ ഞാൻ പശുവിനെ ഒരു പൊളിറ്റിക്കൽ സിംബലായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ സംഘടിതമായ ഹൈന്ദവ ഫാസിസത്തെ ശക്തിപ്പെടുത്തുവാൻ, ഹൈന്ദവ വർഗീയതയെ ശക്തിപ്പെടുത്താൻ ഞാൻ അതിനൊരു പൊളിറ്റിക്കൽ സിംബലായി ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് ഗോൾവർക്കർ പറഞ്ഞതായി ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ, ഇന്ത്യയിൽ ക്ഷീരവിപ്ലവം നടത്തിയിരുന്ന വർഗീസ് കുര്യൻ പറഞ്ഞിരിക്കുക. അപ്പോൾ അത് ലക്ഷ്യം മനസ്സിലായില്ലേ? അതിൻ്റെ പിന്നിൽ മതപരമായ ഒരു ലക്ഷ്യമല്ല. രാജ്യത്ത് വളരെ ആസൂത്രിതമായി കലാപം സൃഷ്ടിക്കുവാൻ, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യം ഇടപെടുവാൻ, പശുവിനെ തിന്നുന്നവർ രാജ്യത്തെ ഹിന്ദുക്കളുടെ ശത്രുവാണ് എന്ന് വരുത്തുവാൻ ആസൂത്രിതമായി സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നതിൻ്റെ ഫലമാണ് ഗോമാതാവ് എന്ന സങ്കല്പം. ഹൈന്ദവ പുരാണങ്ങളിൽ പശുവിനെ ഭക്ഷിക്കരുതെന്ന് പറയുന്നില്ല. ഇന്ദ്രനെ കുറിച്ച് പറയുന്ന, ദേവരാജാവായ ഇന്ദ്രനെ കുറിച്ച് പറയുന്നത് 15 മുതൽ 20 വരെ കാളകളെ ഭക്ഷിക്കുന്നയാൾ എന്നാണ്. ആയുർവേദ ശാസ്ത്രജ്ഞനായിരുന്ന, ഭാരതീയ തത്വചിന്തയിലെ ആയുർവേദ ആചാര്യനായിരുന്ന ചരകന്റെ ചരക സംഹിതയിൽ ക്ഷയരോഗത്തിന്റെ ആഹാരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോമാംസ രസായനമാണ്. അപ്പോൾ ഹിന്ദുമതത്തിന്റെ ദർശനം ആഹാരം കഴിക്കുന്നതിനെതിരാണോ? അല്ല. ഇപ്പൊ എന്താണ് ഇതിന്റെ ലക്ഷ്യം? ആസൂത്രിതമായ കലാപം ഉണ്ടാക്കുക. പാവപ്പെട്ടവന്റെ, ദളിതന്റെ, പിന്നോക്കക്കാരന്റെ ആഹാരമായ, അവർക്ക് പോഷക മൂല്യങ്ങൾ ലഭിക്കുന്ന മാംസം കൈവശം വെക്കുന്നത് പോലും ശിക്ഷ കൊടുക്കുന്ന, 5 വർഷം ശിക്ഷ കൊടുക്കുന്ന ഒരു കുറ്റമാക്കി മാറ്റി രാജ്യത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കുക. ഇപ്പൊ ഗാന്ധി ഘാതകൻ ഗോഡ്സെ മഹാനാകുന്ന കാലഘട്ടം, ആഹാരം കഴിക്കുവാൻ അല്പം ബീഫ് കഴിച്ചു പോയാൽ 5 വർഷത്തേക്ക് തടവറയിലേക്ക് പോകുന്ന കാലഘട്ടം, ഗോഡ്സെക്ക് പ്രതിഭ പണിയുന്ന കാലഘട്ടം, രാജ്യത്തെ മതപീഡനത്തിൽ, ജാതി പീഡനത്തിൽപ്പെട്ട് മറ്റ് മതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്ന പാവപ്പെട്ട ദളിതനെ ഭീഷണിപ്പെടുത്തി നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ നിനക്ക് സംവരണമില്ല എന്ന് പറയപ്പെടുന്ന കാലഘട്ടം. ഏതാണ് വീട്? ഏത് സാഹചര്യത്തിലാണ് മതപരിവർത്തനം ഈ രാജ്യത്തുണ്ടായത്? ഒന്ന്, ക്ഷേത്രത്തിൽ, ആരാധനാലയത്തിൽ പ്രവർത്തിക്കുവാൻ പോലും, പ്രവേശിപ്പിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ, വസ്ത്രം ധരിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ മാറിടത്തിന് കരം കൊടുത്തിരുന്ന സാഹചര്യത്തിൽ മാറിടം മുറിച്ച് നിലത്തിട്ട പാവപ്പെട്ട അബലകളുടെ നാടായിരുന്നു ഈ രാജ്യം. അത്തരം ഒരു സാഹചര്യത്തിൽ മതം വിട്ട്, തുടല് വിട്ട്, ചങ്ങല വിട്ട് പുറത്തു പോയതിനോട് പറയുകയാണ്, നീ തിരിച്ചു വരണം, അല്ലെങ്കിൽ നിനക്ക് സംവരണമില്ല. ഏത് വീട്ടിലേക്കാണ് തിരിച്ചു വരേണ്ടത്? ബ്രാഹ്മണ്യത്തിന്റെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുമോ? ഈ രാജ്യത്തെ ദളിതനെ, പിന്നോക്കക്കാരനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുന്ന സംഘപരിവാർ ശക്തികൾ ബ്രാഹ്മണ്യത്തിന്റെ വീട്ടിലേക്ക് നിങ്ങൾ അവരെ പ്രവേശിപ്പിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുമോ? അവർക്ക് നേരെയുള്ള അസ്പൃശ്യത മാറ്റാൻ തയ്യാറാകുമോ? ഇല്ല. അപ്പൊ വീട് എന്ന് പറയുന്നത് തടങ്കലിലേക്ക് മടങ്ങണമെന്ന്, അല്ലെങ്കിൽ നിനക്ക് സംവരണമില്ല എന്ന് പറയുക. അത്തരത്തിൽ രാജ്യത്ത് മതസ്പർദ്ധയുണ്ടാക്കുവാൻ ആസൂത്രിതമായി സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന് കുടപിടിക്കുന്ന ഒരു പ്രധാനമന്ത്രി. നാളിതുവരെ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഇത് അവസാനിപ്പിക്കണം, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് പറയുവാൻ നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. പകരം ചായക്കടക്കാരന്റെ മകനാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ 10 ലക്ഷത്തിന്റെ സ്യൂട്ട് ധരിച്ച് സ്വർണ്ണ നൂലുകളിൽ നരേന്ദ്രമോദി എന്ന പേര് ആലേഖനം ചെയ്ത്, ഇംഗ്ലീഷിൽ മെഗലോമാനിയ എന്നൊരു പദമുണ്ട്, അധികാര പ്രമത്തത, ഞാനാണ് വലുത്, ഞാനാണ് എല്ലാത്തിലും വലുത് എന്ന് കരുതി
സ്വന്തം മുഖത്തിൽ, സ്വന്തം സൗന്ദര്യത്തിൽ, സ്വന്തം അധികാരത്തിൽ അഭിരമിച്ച് മെഗലോമാനിയെ പിടിപെട്ട് പണ്ട് സ്വന്തം മുഖത്തോട് പ്രണയം തോന്നിയ നാർസിസിനെ പോലെ നാർസിസത്തിൽ അഭിരമിച്ച് കഴിയുന്ന വ്യക്തി. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ മതസഹിഷ്ണുതയെ തകർക്കുവാൻ ശ്രമിക്കുന്നു, സാമ്പത്തിക രംഗത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നു. പാവപ്പെട്ട കർഷകന് ഇനി കാർഷിക ലോണില്ല. കുറച്ച് നാളുകൾക്ക് വരെ നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ടായിരുന്ന പാവപ്പെട്ടവന് സ്വർണവുമായി ബാങ്കിലേക്ക് ചെന്നാൽ കാർഷിക ലോൺ ലഭിക്കുമായിരുന്നു. ഇപ്പൊ ബാങ്കിലേക്ക് ചെല്ലണം, കാർഷിക ലോൺ ഇനി ഇല്ല. കാരണം കാർഷിക സബ്സിഡി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല, നബാർഡ് തയ്യാറല്ല. കോൺഗ്രസ് സർക്കാർ ആവിഷ്കരിച്ച ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെ പുറത്താക്കി, വേണ്ട എന്ന് വെച്ചു. ഇനി മുതൽ ഏത് സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയും ഭൂമി ഏറ്റെടുക്കുവാൻ സർക്കാരിന് ആ പാവപ്പെട്ടവന്റെ കർഷകന്റെ അനുമതി വേണ്ട. കോൺഗ്രസ് പറഞ്ഞു, UPA സർക്കാർ പറഞ്ഞു, ഒരു കർഷകന്റെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ, ഒരു ഗ്രാമത്തിന്റെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ 80% ഗ്രാമീണ ജനതയുടെ അനുമതി വേണം. ഇവിടെ നരേന്ദ്രമോദി പറയുന്നു, ഗ്രാമീണ ജനത അനുമതി തരേണ്ട, അംബാനിയും അദാനിയും അനുമതി തന്നാൽ മതി എന്ന്. നമുക്കിങ്ങനെ പോകാൻ സാധിക്കും? ഒരിക്കലുമില്ല. അവിടെയാണ് യൂത്ത് ലീഗ് നടത്തുന്ന ഉജ്ജ്വലമായ ഈ യുവജന യാത്രയുടെ പ്രസക്തി, യുവ കേരള യാത്രയുടെ പ്രസക്തി. ഏറ്റവും മഹാനായ ഇന്ത്യയെ വർഗീയ സംഘർഷത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മോചിപ്പിച്ച, ഏറ്റവും പക്വമായ തീരുമാനങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിച്ച ഏറ്റവും മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഈ യുവജന പ്രസ്ഥാനത്തിന്റെ ഈ ഉജ്ജ്വലമായ ജാഥ നാടിന്റെ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ, മനുഷ്യത്വത്തെ സംരക്ഷിക്കുവാനുള്ള യാത്രയാണ്. അതോടൊപ്പം രാഷ്ട്രീയ ഫാസിസത്തിനെതിരെയുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ വർഗീയ ഫാസിസം നടപ്പിലാക്കുന്നെങ്കിൽ രാഷ്ട്രീയ ഫാസിസം നടപ്പിലാക്കുവാൻ CPM-നെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ പല്ലും നഖവും കാട്ടി നിൽക്കുകയാണ്. ഈ ഫാസിസം എന്ന് പറയുന്ന പദത്തിനൊരു ഉൽപ്പത്തിയുണ്ട്. ആ ഉൽപ്പത്തി ഫാഷസ് എന്ന് പറയുന്ന ഒരു റോമൻ പദവുമായി ബന്ധപ്പെട്ടതാണ്. ഫാഷസ് എന്ന് പറയുന്ന ഈ പദത്തിന്റെ അർത്ഥം കൊലദണ്ഡെന്ന. പണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ വധിക്കുവാൻ വേണ്ടി കൊണ്ടു ചെല്ലുമ്പോൾ കമ്പുകൾ കൂട്ടിക്കെട്ടി അതിനിടയിൽ ഒരു മഴുവുമായി ഒരു ചിഹ്നം ഉയർത്തി കാണിക്കും. ആ കൊലദണ്ഡിന്റെ പേരാണ് ഫാഷസ്. ആ കൊലദണ്ഡിൽ നിന്നാണ് ഫാസിസം എന്ന് പറയുന്ന പദം കടന്നു വന്നത്. CPM ആ ഫാസിസത്തിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വക്താക്കളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വക്താക്കൾ. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ, 19 വയസ്സ് മാത്രം പ്രായമുള്ള അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ജനകീയ പരസ്യ വിചാരണ നടത്തി അവന്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കുന്ന പ്രസ്ഥാനം ഫാസിസ്റ്റ് അല്ല എങ്കിൽ മറ്റേത് പ്രസ്ഥാനമാണ് ഫാസിസ്റ്റ്? അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ, വർഗീയ ഫാസിസത്തിനെതിരെ ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കേരളത്തിന്റെ മതേതരത്വത്തിന്റെ സംരക്ഷകർ, ഏറ്റവും ആദർശബദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജാഥയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു, ആശംസകളും അർപ്പിക്കുന്നു. നിർത്തട്ടെ.